ഞാൻ പത്തനംതിട്ട സീരിയലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ് പത്തനംതിട്ട. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ഈ സീരിയലിനകത്ത് ആദ്യം പിന്നെ നയന ആദർശം ഞങ്ങളിലങ്ങ് ശത്രുക്കളായിരുന്നു, കീരിയും പാമ്പുമായിരുന്നു. ആദർശ് നയനെ കല്യാണം കഴിച്ചപ്പോഴും അതിനേക്കാളും മിക രസമായിരുന്നു. അവർ തങ്ങളിലങ്ങ് കീരിയും പാമ്പുമായിട്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നത്. ഇപ്പോഴാണ് അവർ തങ്ങളിൽ രണ്ടുപേരും ഗുലാനും ആയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആദർശ് ആദ്യം സ്നേഹിച്ചത് നവ്യായിരുന്നു, നയനയുടെ ചേട്ടത്തിയെ. അപ്പോൾ ഇവർ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അഭി ഓവർടേക്ക് ചെയ്ത് ഇവരുടെ ഇടയിൽ വന്നത്. അങ്ങനെ അഭിയും നവിയുമായിട്ടായിരുന്നു പിന്നെ ഇഷ്ടത്തിലായത്. അങ്ങനെ നവിയെ കല്യാണം കഴിച്ചോണ്ട് പോകുന്നു. അതിനുശേഷമാണ് അവരറിയുന്നത് ഇവള് പാവപ്പെട്ടവളാണെന്നും ഇവക്കൊന്നുമില്ലെന്നും ഇവള് പറഞ്ഞതെല്ലാം കള്ളത്തരങ്ങളാണെന്നൊക്കെ അഭി മനസ്സിലാക്കുന്നു. അങ്ങനെ അഭിയുടെ തലയിൽ നിന്ന് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി ആവുന്ന കണക്ക് പരിശ്രമിക്കുന്നു. അതിനിടയ്ക്കായിരുന്നു നയനയും ആദർശം തങ്ങളിലുള്ള വിവാഹം നടക്കുന്നത്. മുത്തച്ഛനാണ് അത് നിർത്തിക്കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നാളുകൾ ഇവർ തങ്ങളിലുള്ള ശത്രുക്കളും. അപ്പോൾ തള്ളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തള്ളയ്ക്ക് ഇഷ്ടപ്പെടാതെയാണ് ഈ പെണ്ണിനെ കൊണ്ടുപോകുന്നത്, ഈ നയനെ കെട്ടിക്കൊണ്ടുപോകുന്നത്. അതിനു ശേഷം തള്ളയും ഈ മരുമോളുമായിട്ട് വലിയ ഒരു ശത്രുതയിലായിട്ടൊക്കെ മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദു ഹരിയും തങ്ങളിൽ പ്രമേയം നടക്കുന്നു. അത് കല്യാണത്തിലേക്ക് എത്തിയില്ല. അപ്പോഴത്തേക്ക് അടുത്ത കഥാപാത്രം കയറി വന്നു, അനാമിക. ഈ അനാമിക വന്നതോടുകൂടി ആ കുടുംബം എല്ലാം ആകെ അങ്ങ് ശിഖരം മറിയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അനാമിക നവ്യയ്ക്ക് പാലിനകത്ത് വിഷം കലക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. അത് കുടിക്കുന്നത് ദേവയാനി എന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് വീഴുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അങ്ങ് നടന്നു. അതിനുശേഷം ഇവർക്ക് ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് വന്നിട്ട് പറയുന്നു ലിവർ കംപ്ലൈൻ്റായി, ലിവർ കൊടുക്കണം, ബ്ലഡ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നയന അങ്ങ് ത്യാഗിയാണല്ലോ, ആർക്ക് എന്ത് സഹായം ചെയ്യുന്നൊരു മനസ്സുള്ളൊരു ആളാണ് നയന. അപ്പോൾ നയന പറഞ്ഞു ഞാൻ കൊടുക്കാം ആദർശേട്ടാ, ഞാൻ കൊടുക്കാം ബ്ലഡ്, ഞാൻ കൊടുക്കാം ലിവർ എന്നും പറഞ്ഞ് അങ്ങ് ചെന്ന് നയന കൊടുത്തു. ലിവറും ബ്ലഡും എല്ലാം കൊടുത്തു. ആരും അറിയരുത്, ഇത് ഒരു കുഞ്ഞുങ്ങളും അറിയരുത് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇല്ലെങ്കിൽ ദേവയാനി സമ്മതിക്കത്തില്ലല്ലോ. ഈ നയന കരൾ കൊടുത്തു കഴിഞ്ഞാൽ ദേവയാനി സമ്മതിക്കില്ല. അപ്പോൾ ദേവയാനി അറിയാതെ ഇത് ചെയ്യണം. അവർ ദേവയാനി അറിയിക്കാതെ ഈ കരൾ കൊടുത്തു. ദേവയാനി പറയുന്നു എനിക്ക് കരൾ തന്ന ആളിനെ എനിക്ക് കാണണം. അപ്പോൾ ആദർശ് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഉരുണ്ട് കളിക്കുകയാണ്. ആദർശ് ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞ ഈ മുത്തശ്ശനും മുത്തശ്ശിയും അറിയുന്നു ഇത് ദേവയാനിക്ക് എൻ്റെ മരുമോക്ക് കരൾ കൊടുത്തത് അവിടെ എൻ്റെ നയനമോളാണല്ലോ എന്ന് മുത്തച്ഛനും മുത്തശ്ശിയും അറിയുന്നു. അതിനുശേഷം ഇവർ നയനെ അങ്ങ് ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെ മുത്തച്ഛനും മുത്തശ്ശിയും വന്നിട്ട് പറഞ്ഞു ഇനി മുതൽ നയനെ നീ കരയിപ്പിക്കരുത്, നീ സങ്കടപ്പെടുത്തരുത്, നീ എന്ന് നയനെ ചേർത്ത് പിടിക്കണം. അപ്പം ആദർശ് പറയുന്നു ഞാൻ നയനെ ഇനി കൈവിട്ട് കളയില്ല, ഞാൻ നയനെ ചേർത്ത് പിടിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ആദർശ് മുത്തച്ഛനോടും പറയുന്നു. അങ്ങനെ അവനെ നിന്നും ഇതറിയുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഇവിടം വരെ കഥ നിർത്തിയേക്കുന്നത്.